വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 11 MLA-മാർ മാത്രമാണ് 175 അംഗങ്ങളുള്ള ആന്ധ്രയുടെ നിയമസഭയിൽ YSR കോൺഗ്രസിനുള്ളത്. പുലിവേണ്ടുല എന്ന നിയോജക മണ്ഡലം പക്ഷേ ജഗൻമോഹൻ റെഡ്ഡിക്ക് എപ്പോഴും അനുകൂലമാണ്. ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് 1,00,000 കടന്നിരിക്കും. കഴിഞ്ഞ തവണ YSR കോൺഗ്രസ് പാർട്ടി തകർന്നു വെണ്ണീറായി പ്രതിപക്ഷ സ്ഥാനം നേടാൻ പോലും യോഗ്യതയില്ലാതിരിക്കുമ്പോഴും ജഗൻമോഹൻ റെഡ്ഡി പുലിവേന്തുല മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് 61,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ തന്റെ ഒപ്പമുള്ള 11-ൽ 10 നിയമസഭാ സാമാജികരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. YSR കോൺഗ്രസിൽ നിന്നാൽ തങ്ങൾക്ക് ഭാവിയില്ല എന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ അവർ കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയത്തിലാണ്. ജഗൻമോഹൻ റെഡ്ഡിയെ വിട്ടുപിരിയുന്നതും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തിരിച്ചുവരവിനും വേണ്ടി കാത്തിരിക്കുന്ന പല സാമാജികരുമുണ്ട്. അവരെല്ലാം കോൺഗ്രസുമായി അനുഭാവം പുലർത്താൻ ശ്രമിക്കുന്നവരാണ്. ആന്ധ്രയിൽ TDPയുടെ വർഗീയ ചേരിതിരിവിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവർ തന്നെയാണ് അവർ. TDPയും ജനസേനയും BJPയും ചേർന്ന് ആന്ധ്രയെ കുളമാക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുക എന്നുള്ള ശക്തമായ ആശയത്തിന്റെ പേരിൽ നിൽക്കുകയാണ്. സഹോദരിയായ YS ശർമിളയ്ക്ക് സഹോദരനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. ജഗൻമോഹന് കോൺഗ്രസ് പ്രസ്ഥാനവുമായി സഹകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം YSR കോൺഗ്രസിന് ഇനി ഏതു മുന്നണിയുടെയും ഭാഗമാകാൻ കഴിയും. എന്നാൽ കോൺഗ്രസിൽ ചേരുന്ന പക്ഷം ED ജഗനെ പൂട്ടും എന്നുള്ളത് ആന്ധ്രയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കാണാപ്പാടമാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ ശിഷ്യൻ കൂടിയായിരുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ആന്ധ്രയിൽ ഞങ്ങൾ വരും, അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ എന്നാണ് രേവന്ത് റെഡ്ഡി തുറന്നടിച്ചിരിക്കുന്നത്. നായിഡുവിനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനമാണ് എൻ്റെ ഉപ്പും ചോറും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി. ഇനി തിരഞ്ഞെടുപ്പ് 2029-ലാണെങ്കിലും അതിനു മുൻപ് നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലുള്ള തദ്ദേശ പോരാട്ടങ്ങളിലും YSR കോൺഗ്രസ് എന്നത് ശിഥിലമാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പ്രാദേശിക നേതാക്കളിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. പല നഗരസഭാ പരിഷത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമൊക്കെ ഇതാണ് കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ നെല്ലൂരിലും തിരുപ്പതിയിലുമൊക്കെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിലെയും നിയമസഭയിലെയുമൊക്കെ കൂട്ടത്തോൽവിക്ക് ശേഷമെടുത്ത ഈ തീരുമാനം വലിയ മാറ്റമാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.